ചെമ്മീനെന്നോ കൊഞ്ചെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ ഇതുപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്ത ചെമ്മീനിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം. കുറച്ച് നാരങ്ങാനീര് ചേർക്കാൻ മറന്നു പോകരുതേ. ഇനി അരമണിക്കൂർ നേരം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അധിക സമയമൊന്നും ഫ്രൈ ചെയ്യരുത്. ഒരു 4-5 മിനിറ്റ് നേരം കൊണ്ട് തന്നെ ഫ്രൈ ആയിട്ട് വരും. ഇനി മറ്റൊരു കടായിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക്, ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, ഇനി ചുവന്നുള്ളി അത് കുറച്ച് കൂടുതൽ എടുത്തോളൂ. അത് നല്ലപോലെ അരിഞ്ഞത് ഇട്ട് ചേർത്ത് നന്നായിട്ട് ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് അതിൻ്റെ പച്ചമണ്ണെല്ലാം മാറി വരുമ്പോൾ ഒരു ചെറിയ തക്കാളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് വേവിച്ചെടുക്കണം. മൂടി വെച്ച് വേണം വേവിക്കാൻ. ഇനി അത് വെന്തൊന്ന് കുഴഞ്ഞ് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനുണ്ടല്ലോ, അതുകൂടെ അതിലേക്കിട്ട് മീഡിയം ഫ്ലെയിമിൽ അതൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ സൂപ്പർ കൊഞ്ച് ഫ്രൈ തയ്യാറാണ്.